നമസ്കാരം ശ്രീജിത്ത് പണിക്കർ. നമസ്കാരം. ശ്രീജിത്ത്, ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ മുഹമ്മദ് യൂനുസ് സർക്കാർ പരാജയപ്പെട്ടെന്ന് ഷെയ്ഖ് ഹസീന ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ആരോപണമല്ല, അത് സത്യം തന്നെയാണ്. ഷെയ്ഖ് ഹസീന അത് പറഞ്ഞു എന്നുള്ളതാണ്. കാരണം ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്തതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു പൊതുസമ്മേളനത്തിൽ, വിർച്വൽ മീറ്റിംഗിലാണെങ്കിൽ പോലും ന്യൂയോർക്കിൽ അവർ അങ്ങനെ ഒരു ആരോപണം മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത്. ഇത്രയും സമാധാന നൊബേൽ ജേതാവാണ് മുഹമ്മദ് യൂനുസ്. അദ്ദേഹം നയിക്കുന്ന ഇടക്കാല സർക്കാരാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് ഷെയ്ഖ് ഹസീന ഒരു ആരോപണമായി, അല്ലെങ്കിൽ അതൊരു വസ്തുതയായി തന്നെ പറയുന്നത്. ഏതൊരു സാഹചര്യത്തിലാണ് ഈ ഒരു തുറന്നു പറച്ചിൽ എന്നാണ് കരുതേണ്ടത്? കാരണം ഒരുപക്ഷെ അങ്ങനെ ഒരു ധൈര്യമെന്ന് ആ വാക്ക് ഉപയോഗിക്കാമോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഷെയ്ഖ് ഹസീന അങ്ങനെ ഒരു പൊതുവേദിയിൽ അത് പറഞ്ഞത് ഏതൊരു സാഹചര്യത്തിലായി? അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ വിമർശനമാണ്, അക്കാര്യത്തിൽ സംശയമില്ല. അത് കേവലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിമർശനം മാത്രമല്ല, അവിടെ നടക്കുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ കേവലം പൊളിറ്റിക്കലായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അത് വസ്തുതാപരമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആൾക്കാർക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന, അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസികൾ തന്നെ ശരിവെക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യമാണ് ഷെയ്ഖ് ഹസീന പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പ്രസക്തി ഞാൻ മനസ്സിലാക്കുന്നത്, ഷെയ്ഖ് ഹസീന ഏതൊരു സാഹചര്യത്തിലാണ് രാജ്യം വിടേണ്ടി വന്നത് എന്നത് ആലോചിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ അവർക്ക് ആ രാജ്യത്ത് നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അവരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിലത്തേക്ക് ആദ്യം ഇന്ത്യയിൽ അഭയം അവർ തേടുന്നു. പക്ഷേ അവരുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇന്ത്യ ആയിരുന്നില്ല. അത് ഒരുപക്ഷെ അവർക്ക് സുരക്ഷിതവും ആവില്ല, കാരണം ബോർഡർ ഷെയർ ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അവരെ അവിടെ സ്വീകരിക്കുന്നു, അതിനുശേഷം അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ നൽകുന്നു, അവർ വിദേശത്തേക്ക് പറക്കുന്നു, അവരങ്ങനെ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് പോകുന്നു. പിന്നെ അവർ ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ ഒരല്പം ധൈര്യം സംഭരിച്ച്, അതല്ല എങ്കിൽ ഈ സ്ഥിതിഗതികളെയൊക്കെ തന്നെ കൃത്യമായ രീതിയിലേക്ക് വിലയിരുത്തിയതിനു ശേഷം അവരുടെ ഒരു പരസ്യ പ്രസ്താവന ആദ്യമായിട്ട് പറയുകയാണ്. അപ്പോൾ അത് പറയുന്ന സമയത്ത് അവർ പറഞ്ഞിരിക്കുന്ന ഒക്കെയും വസ്തുതകളാണ്. ഇപ്പോൾ ഏതൊരു ഘട്ടത്തിലാണ് അവർക്ക് രാജ്യം വിട്ടു പോകേണ്ടി വന്നത് എന്ന് നോക്കിയാൽ തന്നെ അത് വളരെ ദൗർഭാഗ്യകരമാണ് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. കാരണം അവിടെ ഉണ്ടായിരുന്ന ഒരു കലാപം എന്ന് പറയുന്നത് പോലും വളരെ ആസൂത്രിതമായിരുന്നു. അതിന് പിന്നിലുള്ള ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് സാധൂകരിക്കപ്പെടുന്നതുമായിരുന്നു. കാരണം അവിടെ സർക്കാർ ജോലികളിൽ ഉൾപ്പെടെ അവിടെ പണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിച്ചിരുന്ന ആൾക്കാരുടെ പിൻതലമുറയിലുള്ള ആൾക്കാർക്ക് 30% റിസർവേഷൻ, അങ്ങനെ ഒരു റിസർവേഷൻ എന്ന് പറയുന്ന ഒരു ആവശ്യം, ആ ഒരു താല്പര്യം വരുന്നു. ഷെയ്ഖ് ഹസീന ഉൾപ്പെടെ അതിനോട് താല്പര്യമില്ലാതിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അത് കോടതിയിലേക്ക് പോകുന്ന സമയത്ത് കോടതിയാണ് തീരുമാനമെടുക്കുന്നത്, ഇങ്ങനെ 30% റിസർവേഷൻ അവരുടെ പിൻതലമുറക്കാർക്ക് നൽകാം എന്ന് പറയുന്നു. അപ്പോൾ അവിടെയുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് കിട്ടുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഇരുട്ടടിയാണ്. കാരണം പിന്നീട് അവർ മത്സരിക്കുന്നത് ഓപ്പൺ കോട്ടയിലുള്ള 70% മാത്രമാണ്. അതിൽ തന്നെ പല രീതിയിലത്തേക്കുള്ള റിസർവേഷനും മറ്റും വന്നു കഴിഞ്ഞാൽ അവരുടെ ഭാവി എന്ന് പറയുന്നത്, അവരുടെ തൊഴിൽ അന്വേഷണം എന്നൊക്കെ പറയുന്നത് കടുത്ത പ്രതിസന്ധിയിലാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ കോടതി ഒരു തീരുമാനത്തിലേക്ക് വന്നത് എന്നത് പോലും വലിയ സംശയമുള്ള കാര്യമാണ്. പക്ഷേ ആ സമയത്ത് ആൾക്കാർ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് പ്രതിഷേധിക്കുന്നത് ആരോടായിരിക്കണം? കോടതിയുടെ വിധിയോടാണ് അവരുടെ പ്രതിഷേധം ഉണ്ടാകേണ്ടത്. പക്ഷേ അതിനെ മിസ്ഡയറക്റ്റ് ചെയ്തിട്ട് കോടതി വിധിയോട് യോജിപ്പില്ലാത്ത സർക്കാരിനോടാണ് അവർ എതിർത്തത്. അപ്പോൾ വന്ന് സമരം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശം ഈ പറയുന്ന നിയമം ഇല്ലാതെയാക്കുക, ഷെയ്ഖ് ഹസീനയുടെ താല്പര്യവും ഈ പറയുന്ന നിയമം ഇല്ലാതെയാക്കുക. അപ്പോൾ ഒരേ പക്ഷത്ത് നിൽക്കുന്ന രണ്ടാൾക്കാർ തമ്മിൽ അനാവശ്യമായിട്ടുള്ള ഒരു സംഘർഷം ഉണ്ടാകുന്നു. അതിൽ തന്നെ നമ്മൾ അതിൻ്റെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇവിടെ 30% തൊഴിൽ അവസരങ്ങൾ മറ്റുള്ള ആൾക്കാർക്കായിട്ട് റിസർവ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ അതിന് ന്യൂനപക്ഷക്കാരെന്ത് പിഴച്ചു? ഈ ന്യൂനപക്ഷക്കാർക്ക് മാത്രമായിട്ട് കിട്ടുന്ന ഒരു ആനുകൂല്യം പോലുമല്ല. അപ്പോൾ അങ്ങനെ ഒരു ടെക്നിക്കാലിറ്റിയുടെ പേരിൽ പോലും അവരെ ആക്രമിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് വളരെ ആസൂത്രിതമായിട്ട് ചില ബാഹ്യ എലമെൻറ്റുകളുടെ അല്ലെങ്കിൽ കുറച്ച് തീവ്ര എലമെൻറ്റുകളുടെ ഒക്കെ തന്നെ ധാരണയോടുകൂടി, അവരുടെ ഒരു ഡിസൈനോടുകൂടി അതിനെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു വലിയ കലാപമാണ് വന്നത്. അപ്പോൾ ഇത് കലാപത്തിൻ്റെ രീതിയിലത്തേക്ക് പോവുകയും ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇത് അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഒരു സർക്കാരിന് കണ്ണും കെട്ടി കൈയും കെട്ടി അങ്ങനെ നോക്കിയിരിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെ കണ്ണടച്ചിരിക്കാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ബലം പ്രയോഗിക്കേണ്ടി വന്നു. ആ ബലം പ്രയോഗിക്കുന്ന സമയത്ത് സംഘർഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണ്, കാഷ്വാലിറ്റി ഉണ്ടാകും. അങ്ങനെ ഉണ്ടായതിൻ്റെ പേരിൽ പിന്നീട് ഇത് വർദ്ധിത വീര്യത്തോടു കൂടി വരികയും അവർക്ക് രാജ്യം വിട്ട് പോകേണ്ടി വരികയും ഇന്ത്യയിൽ വരികയും പുറത്തേക്ക് പോവുകയും ഒക്കെ ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് അവിടെ ഒരു അധികാര കൈമാറ്റം എന്ന രീതിയിലത്തേക്ക് വരുമ്പോൾ, ഈ മുഹമ്മദ് യൂനുസിനെ പോലുള്ള ആൾക്കാർ വരുമ്പോൾ അത് കൊടുക്കാൻ, അതുകൊണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഉദ്ദേശിക്കുന്ന ഒരു ചില ബിംബങ്ങളുണ്ട്. അതായത് ഇദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ നോബൽ ലോറിയറ്റാണ്, സമാധാനത്തിനാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു പ്രതിനിധി, അദ്ദേഹം തന്നെ ആദ്യം പറയുന്നത് എല്ലാ വിഭാഗം ആൾക്കാരെയും ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു, സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം, ജനാധിപത്യം നിലനിർത്തുക എന്നുള്ളതാണ് എന്നൊക്കെ ഭംഗിവാക്കുകൾ പറയുന്നുണ്ടെങ്കിലും, അത് ഭംഗിവാക്കാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയുടെ പ്രശ്നമാണെങ്കിലും എന്താണെങ്കിലും
പിന്നീട് അങ്ങോട്ട് ഇതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് ഇത് പോവുകയാണ്. അതായത് ഇതിൻ്റെ ട്രിഗറിങ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന കോടതി വിധി ആയിരുന്നുവെങ്കിൽ അത് ഒരുപക്ഷെ ഷെയ്ഖ് ഹസീനയോടുള്ള വിരോധമായി മാറേണ്ട കാര്യമില്ല. ഇനി അഥവാ അങ്ങനെയാണ് എങ്കിൽ പോലും അവിടെ വെച്ച് അവരെവിടെ നിന്ന് മാറുന്ന സമയത്ത് ഈ കലാപം ഇല്ലാതെയാവണം. ഇല്ലാതെയായതിനു ശേഷം പുതിയൊരു സർക്കാർ വരുന്നു. ഇതേപോലെ വെൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള വൈഡ്ലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ അവരുടെ ഭരണസാരഥ്യത്തിലേക്ക് വരുന്ന സമയത്ത് അതിനെ അംഗീകരിക്കാൻ ഇവർ തയ്യാറാകണം. ആരെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? നമ്മൾ ഈ പറയുന്ന വിദ്യാർത്ഥി സമൂഹം ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്, ചെറുപ്പക്കാരെന്നല്ലേ പറയുക. അപ്പോൾ ഇവർ പിന്നെയും പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഈ പ്രശ്നം ഇവിടെ തീരുന്നില്ല. അപ്പോൾ ഇതിനെ സമാധാനപരമായ മാർഗത്തിലാണെങ്കിലും അതിനെ നിർത്താനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ബലം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും നിർത്താനായിട്ട് സാധിക്കുന്നില്ല. പിന്നീട് ഇത് കൃത്യമായിട്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ വരികയാണ്. ഈ ചിറ്റഗോങ്ങിൽ ഉൾപ്പെടെ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അവിടുത്തെ ആസൂത്രിത കലാപങ്ങൾ ഹിന്ദു വിഭാഗത്തിലുള്ള ആൾക്കാരെ, മൈനോറിറ്റികളായിട്ടുള്ള ആൾക്കാരെ എല്ലാം തന്നെ വരുന്ന രീതിയിലത്തേക്കും പിന്നീട് ഇസ്കോണിനെ ആക്രമിക്കുന്ന രീതിയിലത്തേക്ക് മാറുന്നു. ഇസ്കോൺ എന്ന് പറയുന്നത് എന്തോ ഒരു തീവ്രവാദ സംഘടനയാണ് എന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നു. ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളൊക്കെ ഡെസക്രേറ്റ് ചെയ്യുന്നു. അതിൽ സ്വാതന്ത്ര്യത്തോടു കൂടി ആൾക്കാർക്ക് പോകാൻ കഴിയുന്നില്ല. ഹിന്ദുക്കളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെ ഹനിക്കപ്പെടുന്നു. ഈ രീതിയിലത്തേക്ക് കടുത്ത ഒരു ന്യൂനപക്ഷ ഹത്യ എന്ന രീതിയിലത്തേക്ക് നടക്കുകയാണ്. ഇത് ബംഗ്ലാദേശിൽ ആദ്യമായിട്ടല്ല. ബംഗ്ലാദേശിൽ ഈ രീതിയിലത്തേക്ക് മൈനോറിറ്റീസ് കൊടിയ പീഡനം അനുഭവിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ചരിത്രപരമായിട്ടുള്ള രേഖകളുണ്ട്, റിപ്പോർട്ടുകളുണ്ട്. നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം വന്നിരുന്നതിനെ കൂടുതൽ സ്വാധൂകരിക്കുന്ന രീതിയിലല്ലേ ഇപ്പോൾ അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് അവിടെ നിലനിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നിലനിൽക്കാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യം ഹിസ്റ്റോറിക്കലായിട്ട് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ആംബിറ്റിലേക്ക് നമ്മൾ ഇവരെ കൂടി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അവിടെയുള്ള ആൾക്കാരെ, അവിടെയുള്ള ന്യൂനപക്ഷക്കാരായിട്ടുള്ള ആൾക്കാരെ ഒക്കെ തന്നെ എന്തോ കാരണങ്ങൾ അവരുണ്ടാക്കിക്കൊണ്ട് ഇവർ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആക്രമിക്കുന്നു. അതിൽ തന്നെ ഈ ചിന്മയ് കൃഷ്ണദാസ് പോലെയുള്ള ആൾക്കാരെല്ലാവരും തന്നെ പറയുന്നത് എന്താണ്? അവർ പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാകണം, ന്യൂനപക്ഷങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകണം, ന്യൂനപക്ഷങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടാകണം, ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഞങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്ന് പറയുന്ന ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെയുള്ള ഏറ്റവും പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെ പോലും തീവ്രവാദികളായിട്ട് ചിത്രീകരിച്ച് അവരെ കൊല്ലുന്നതിന്, അവരെ ആക്രമിക്കുന്നതിന്, അവരെ തടവുകാരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഈ കലാപകാരികളുടെ ഭാഗത്തും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഇതിൽ പല കാര്യങ്ങളും അവിടെ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന മുഹമ്മദ് യൂനുസിൻ്റെ സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധി നിശ്ചയമായും സംശയിക്കപ്പെടും. ഇവിടെയാണ് ഷെയ്ഖ് ഹസീന പറയുന്ന വാക്കുകൾ പ്രസക്തമാകുന്നത്. അതായത് അവിടെ നടക്കുന്നത് വംശഹത്യയാണ്, അവിടെ നടക്കുന്നത് ന്യൂനപക്ഷ വിരുദ്ധതയാണ്, അവിടെ നടക്കുന്നത് ആസൂത്രിതമാണ്, ഇതിൽ ഈ ഭരണകൂടത്തിന് കൈയുണ്ട്. ഞാൻ പറയുന്നത് ഭരിക്കുമ്പോൾ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സംതിങ് ഗോസ് റോങ് ഇവരിത് പ്ലഗ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആ പ്ലഗ് ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കുന്ന സംഭവങ്ങൾ, അവരെടുക്കുന്ന സ്റ്റെപ്പുകൾ അതെന്തൊക്കെയാണ് എന്ന് പൊതുസമൂഹം വിലയിരുത്തുമ്പോഴാണ് മതിയായ ഇടപെടലുകൾ നടത്തിയോ ഇല്ലയോ. അതിപ്പോൾ ഗുജറാത്ത് കലാപമാണെങ്കിലും മണിപ്പൂര് പ്രശ്നമാണെങ്കിലും സിഖ് കലാപമാണെങ്കിലും സിഖ് വിരുദ്ധ കലാപമാണെങ്കിലും ഒക്കെ തന്നെ ഇതിൽ നമ്മൾ വിലയിരുത്തുന്നത് എന്തിൻ്റെ പേരിലാണ്? കൃത്യമായ ഉദ്ദേശശുദ്ധിയോടുകൂടി കൃത്യമായ ഇടപെടേണ്ടുന്ന സമയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ? അതുണ്ടായിട്ടില്ല എന്ന് വരുന്ന സമയത്താണ് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ആംഗിൾ കൂടി പ്രസക്തമായി വരുന്നത്. അവിടെയാണ് ഉദ്ദേശശുദ്ധി സംശയിക്കപ്പെടുന്നത്. ഇത്രമാത്രമേ ഷെയ്ഖ് ഹസീന ചെയ്തിട്ടുള്ളൂ. കാരണം അവരായിരുന്നു പ്രശ്നമെങ്കിൽ അവരവിടെ നിന്ന് മാറി. മറ്റുള്ള ആൾക്കാർക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു പുതിയ ഭരണകൂടം വന്നു. പക്ഷേ ആ ഭരണകൂടത്തിനോടും അല്ലെങ്കിൽ ആ ഭരണകൂടത്തിൻ്റെ നിലപാട് ഇത് തന്നെയാണെങ്കിലോ. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണ്? മുഹമ്മദ് യൂനുസ് പറയുന്നത് എന്താണ്? സാധ്യമായ എല്ലാം ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്തു? സർക്കാർ കൂടി ചേർന്നിട്ടാണ് ഈ ഇസ്കോണിൻ്റെ ആൾക്കാരെയൊക്കെ തന്നെ പിടിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് ഇവർ ചെയ്യുന്നത്? സംരക്ഷണം ഏർപ്പെടുത്തേണ്ടുന്ന ആൾക്കാർ അത് ചെയ്യുന്നില്ല. മറ്റൊരാളിനെ ബ്ലെയിം ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ എൻ്റെ കഴിവുകേട് കൊണ്ട് എനിക്ക് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നത്തിനെ അടിച്ചമർത്താനായിട്ടോ നിയന്ത്രിക്കാനായിട്ടോ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ കഴിവുകേടാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ അത് പറയുകയും ഒപ്പം ഈ ഇത്തരത്തിലുള്ള മത നേതാക്കന്മാരെയൊക്കെ തന്നെ പിടിച്ച് ജയിലിൽ വെക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നം ഉദ്ദേശശുദ്ധിയാണ്. ആ ഉദ്ദേശശുദ്ധിയെയാണ് ഇവിടെ ഷെയ്ഖ് ഹസീന എക്സ്പോസ് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഒരുപക്ഷെ ഇൻ്റർനാഷണലി കൂടുതലായിട്ടുള്ള റാമിഫിക്കേഷൻസ് ഉണ്ടാകും. കാരണം അവരിത് പറയുന്നത് അവിടെ നിന്ന് പലായനം ചെയ്യപ്പെടേണ്ടി വന്നിരുന്ന അവിടുത്തെ ആ രാജ്യത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ്. ആ രാജ്യത്തിലെ കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ അവർ തന്നെ തുറന്നു കാട്ടുകയാണ്. ഇതിൽ തന്നെ നമ്മൾ ആലോചിക്കണം, ഇപ്പോഴും മതപരമായിട്ടുള്ള താല്പര്യമുള്ള ഒരു രാഷ്ട്രമായിട്ട് നിലനിൽക്കുകയാണ്. ആ രാഷ്ട്രത്തിലെ ഭരണത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന, പലായനം ചെയ്യേണ്ടി വന്ന ഒരാളാണ് പറയുന്നത് ആ രാഷ്ട്രം ഇന്ന് മതവിവേചനം കാണിക്കുന്നുണ്ട്, ആൾക്കാരോട് ഈ രീതിയിലത്തേക്കുള്ള വംശഹത്യയ്ക്ക് പോലും അവർ സ്പോൺസർ ചെയ്യുന്നുണ്ട്, അതിന് ഈ സർക്കാർ തന്നെ തയ്യാറാണ്, മുഹമ്മദ് യൂനുസൊക്കെ ഉൾപ്പെടെ അതിലുണ്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ രാജ്യം പറയുന്നതിനേക്കാൾ എത്രത്തോളം ഗുരുതരമായിട്ടുള്ള, അത്രത്തോളം ഗ്രാവിറ്റി കൂടുതലുള്ള ഒരു പ്രസ്താവനയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഇസ്കോണിന് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്ന സമയത്ത് ആ സർക്കാർ എന്താണ് പ്രതികരിച്ചത്? ഇത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമല്ല,
ചരിത്രപരമായിട്ട് ഇന്ത്യക്ക് അതിന് അഭിപ്രായം പറയാനുള്ള ഒരു സേ ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും അവർ പറഞ്ഞത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമല്ല, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കാൻ അറിയാം എന്നവർ പറയുന്നുണ്ട്. പക്ഷേ മൈനോറിറ്റികളുടെ സംരക്ഷണത്തിന് പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു സർക്കാർ, തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യം ഈ ഒരു പ്രസ്താവന നടത്തിയില്ലെങ്കിലാണ് അതിൽ നമ്മൾ രാജ്യത്തിനെ കുറ്റം പറയേണ്ടത്. പക്ഷേ അത് നടത്തുന്ന സമയത്ത് പരിഹരിക്കും എന്ന് പറയുന്നതിന് പകരം നീ ഒന്നും ഇങ്ങോട്ട് ചോദിക്കാൻ വരണ്ട എന്ന രീതിയിലത്തേക്ക് ഇവർ പറയുന്നു. പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആരാ? ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ രാജ്യത്തിനെ പല പ്രാവശ്യം പല ടൈമുകളിൽ ഭരിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ്. അവർ പറയുന്നു എൻ്റെ രാജ്യം ഇന്ന് ന്യൂനപക്ഷ വിരുദ്ധനാണ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ബംഗ്ലാദേശ് സർക്കാരിൻ്റെ ബംഗ്ലാദേശിലെ വലിയ ഭൂരിപക്ഷ ജനവിഭാഗത്തിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധതയ്ക്ക് ഇതിലും വലിയ രീതിയിലത്തേക്കുള്ള ഒരു സർട്ടിഫിക്കറ്റ്, ഒരു എൻഡോഴ്സ്മെൻറ്റ് കിട്ടാനില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു പ്രസ്താവന. അപ്പോൾ കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവന എന്നോ അല്ലെങ്കിൽ തനിക്ക് ശേഷം അവിടെ വന്നിരിക്കുന്ന ഒരാളിനോടുള്ള വിരോധം എന്ന രീതിയിലത്തേക്കോ അല്ല ഷെയ്ഖ് ഹസീനയുടെ പ്രസ്താവനയെ കാണേണ്ടത്. മറിച്ച് മറ്റ് രാജ്യങ്ങൾ പറഞ്ഞിരുന്ന, നമ്മുടെ രാജ്യം നിരന്തരം ആവർത്തിച്ചിരുന്ന ഒരു കാര്യത്തിനോടുള്ള എൻഡോഴ്സ്മെൻ്റ് ആണ്. ആ കാര്യം ശരിയാണ് എന്ന് പറയുമ്പോൾ ഇന്ന് ഇന്ത്യയുടെ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള പല നിയമങ്ങളും ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ഇടപെടലും ഉൾപ്പെടെ വിൻഡിക്കേറ്റ് ചെയ്യപ്പെടുകയാണ്, അത് സാധൂകരിക്കപ്പെടുകയാണ്. അതാണ് ഞാൻ ഒരുപക്ഷെ ഷെയ്ഖ് ഹസീനയുടെ പ്രസ്താവനയിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റെലവൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, വ്യക്തമാണ്. ലോകം ഉറ്റുനോക്കുന്ന ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം വരുത്താൻ, അല്ലെങ്കിൽ അതിന് തുടക്കമാകാൻ ഷെയ്ഖ് ഹസീനയുടെ വാക്കുകൾക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് വ്യക്തമാണ്. വളരെയധികം നന്ദി ശ്രീജി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.